ഹായ് കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്നാൽ എന്ത്? എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്നാൽ വാ കൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്. അതല്ല യഥാർത്ഥ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും ഇരിക്കുന്നവരെ ചെന്ന് കാണുക, നമ്മളാൽ ഒക്കുന്ന സഹായം അവർക്ക് ചെയ്യുക. അതാണ് കർത്താവ് പറയുന്നത്. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്യുന്നത്. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിന് അവകാശമാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ വാ കൊണ്ട് കിടന്ന് എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. നമ്മൾ ദുഃഖത്തിലും കഷ്ടതയിലും കഷ്ടപ്പാടിലും വേദനയിലും കഴിയുന്നവരെ ചെന്ന് കാണുക, നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അല്ലാതെ നമ്മൾ അവരുടെ ഭംഗിവാക്ക് പറയുകയോ ഒന്നും ചെയ്താലല്ല കാര്യം. ഒരു മനുഷ്യൻ കഷ്ടം അനുഭവിക്കുന്നവരുടെ കഷ്ടത മാറ്റാനുള്ള വഴി നമ്മൾ കണ്ടെത്തി കൊടുക്കും. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഞാൻ വിശന്നു, കർത്താവ് പറയുകയാണ്, ഞാൻ വിശന്നു, നീ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു കുടിപ്പാൻ തന്നില്ല, നഗ്നനും രോഗിയുമായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല, നഗ്നനായിരുന്നു ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടില്ല. എപ്പോഴാണ് ഞാൻ ഇങ്ങനെ വന്നത്, നീ നിന്നെ ഈ നിലയിൽ കണ്ടതെന്ന് കർത്താവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യാഞ്ഞതെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ പ്രാർത്ഥന കഷ്ടപ്പെടുന്നവരോടുകൂടി നമ്മൾ പങ്കുചേരുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകും. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇനി ഒരു ഗാനം കേൾക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കും, സാധു ജ്ഞാനീശോനി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലും. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനും കാലുകൾക്കു വേഗമായി. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയും, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏനായി തീർന്നുവെന്ന് മാനസത്തിലതിപൂണ്ട് കേറിപ്പാൻ. എൻ്റെ നിത്യ സ്നേഹിതൻ ദൈവദൂത സംഗമത്തിൽ പോഴാവർ ദൈവവും സേവയായി. ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.